നിന്നെ വള്ളി കൊണ്ടാണോ മേഡം വരാൻ പോകുന്നത്? അതെ, നമ്മൾ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത്? വരാനുള്ളത് എന്തായാലും വഴി തങ്ങാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് മാഡത്തിന്റെ കാര്യത്തിൽ അത് തന്നത്തേ ഇല്ല. ഒന്നെങ്കിൽ നമ്മുടെ ഈ മാസത്തെ പെർഫോമൻസ് അനുസരിച്ച് നമ്മൾ വലിച്ചൊട്ടിക്കാനായിരിക്കും, അതും അല്ലെന്നുണ്ടെങ്കിൽ പുതിയ ഏതെങ്കിലും പ്രോജക്റ്റായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനായിരിക്കും. ഏതായാലും വലിച്ചു പൊട്ടിക്കുന്ന കാര്യം ഉറപ്പായി. അതെങ്ങനെ? പെർഫോമൻസ് വൈസ് ആയാലും വലിച്ചു പൊട്ടിക്കും. ഇനിയിപ്പോ പുതിയ പ്രൊജക്ടിന്റെ കാര്യമാണെങ്കിലോ, പഴയത് ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ, അതിന്റെ വലിയ വലിച്ചു പൊട്ടിക്കും. സമാസം. ഗുഡ് മോർണിംഗ്. മാം ഓക്കെ അല്ലേ? ഓക്കെ അല്ല, BP ഹൈ ആണ്. ഇങ്ങനെ ടെമ്പർ ആയിരുന്ന സാഹചര്യത്തിലൊക്കെ 3 times ഡീപ് ബ്രീത്ത് എടുക്കാനാണ് ഡോക്ടർ എന്നോട് പറഞ്ഞിരിക്കുന്നത്. മാം, ടെമ്പർ തെറ്റാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? നീയൊക്കെ 3 എന്തിനാ ഇവിടെ ജോലിക്ക് വരുന്നേ? അതെ, പിന്നെ ഇവിടുത്തെ കോഫി മെഷീനിലെ കോഫി പൗഡർ, പാല്, പഞ്ചസാര, വെള്ളം, ഇവിടുത്തെ കറണ്ട് ബില്ല്, AC, അങ്ങനെ നഷ്ടമല്ലാതെ ഈ കമ്പനിക്ക് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ലാഭം ഉണ്ടോ? അതെ, ഞാനൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ല നടത്തുന്നത് മാസാമാസം കാശ് തരാൻ. ഞങ്ങൾ പണിയെടുക്കുന്നുണ്ട്, പക്ഷെ റിസൾട്ട് കിട്ടാൻ കുറച്ച്. അതെ, നന്നായിട്ട് വൈകുന്നുണ്ട്. കഴിഞ്ഞ 3 മാസം മുമ്പ് കംപ്ലീറ്റ് ചെയ്യേണ്ട US ക്ലയന്റിന്റെ പ്രൊജക്ട് ഇപ്പോഴും നിങ്ങൾ പൂട്ടിക്കെട്ടി വീട്ടിൽ വെച്ചേക്കുക. നിന്നെയൊക്കെ മേയ്ക്കാൻ വേണ്ടിട്ട് ഹെഡ് ഓഫീസിൽ ഒരുത്തിന് ഇങ്ങോട്ട് വിളിച്ചപ്പം അവൻ ലീവ് എടുത്ത് എവിടെയോ പോയി കിടക്കുന്നു. അതെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയാൽ മാത്രമേ എനിക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നടത്താൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ നിന്നെ 3 ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് പറഞ്ഞു വിടാ, പുതിയ ആൾക്കാരെ കൊണ്ടുവരാം. എന്നിട്ട് നിനക്കൊക്കെ കൊടുക്കുന്ന ശമ്പളം അവർക്ക് കൊടുക്കാം. അവര് കൃത്യമായി പണി ചെയ്ത് ഞാൻ അത് ഹെഡ് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്ന പ്രൊജക്ട് പറഞ്ഞ സമയത്ത് ചെയ്തു തീർക്കാന്നുള്ള ഉറപ്പ് അതെനിക്ക് നിങ്ങൾ തരണം. ഇല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. ഇതിലൊരു എക്സ്ക്യൂസ് ഞാൻ ഇനി കേൾക്കേണ്ടി വരരുത്. കാരണം പുതിയൊരു പ്രൊജക്ട് വന്നിട്ടുണ്ട്. അടുത്തൊരു 5 വർഷത്തേക്കുള്ള അസറ്റ് ആണ് ആ പ്രൊജക്ട്. പോരാത്തതിന് ആ പ്രൊജക്ട് പ്രസന്റേഷൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളായിരിക്കും. പക്ഷേ നിങ്ങൾ എനിക്ക് അങ്ങനെ കൊണ്ടുവിടാൻ പറ്റത്തില്ല. നിങ്ങൾ 3 പേരും ഒരു പ്രസന്റേഷൻ എന്റെ മുന്നിൽ കാഴ്ചവെച്ചതിന് ശേഷം മാത്രമേ അവിടെ പോയി പ്രസന്റ് ചെയ്യാൻ പറ്റൂ. ടോപ്പിക്ക് ഞാൻ തരാം, നിങ്ങൾ 3 പേരുടെ ചെയ്താൽ മതി. എങ്ങനെ AI ടെക്നോളജിയെ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇംപ്ലാന്റ് ചെയ്യാം. മാം, ആക്ച്വലി ഇന്ന് കിട്ടുന്നുള്ളത് നാളെ കിട്ടിയ കുഴപ്പമുണ്ടോ? അല്ല, പ്രിപ്പറേഷൻ ടൈം കുറഞ്ഞു പോയതുപോലെ തോന്നൽ, അതുകൊണ്ട് ചോദിച്ചത്. കുഴപ്പമുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് എനിക്ക് പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ചെയ്തു തീർക്കണം. പിന്നെ നിങ്ങൾ 3 പേരോട് ഒന്നിച്ച് ചെയ്യുന്ന വർക്കല്ലേ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ നോക്ക്. ഓക്കോ? സാധാരണഗതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള പണികളൊന്നും തരാത്തതാണല്ലോ. ഇനിയിപ്പോ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ എന്തെങ്കിലും ദുരിതാശം ഉണ്ടോ? ഞാനും ഇതിനെ ചിന്തിച്ചേ. മാം, ഈ പ്രോജക്റ്റ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഈ പ്രോജക്റ്റ് എങ്ങാനും നമ്മൾ മോശമാക്കി ചെയ്ത് കഴിഞ്ഞാൽ ആ പേരും പറഞ്ഞ് നമ്മളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാനും വേണ്ടിയിട്ടായിരിക്കും. എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പ്രോജക്റ്റ് സെറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തേക്ക് നമ്മുടെ കമ്പനി കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അസറ്റാന്നല്ലേ മാം പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ ഒരു പ്രൊജക്ട് മോശമായിട്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കമ്പനിയിൽ ഇത് പോകത്തില്ലേ? അത് തന്നെയാണ് ഞാനും ചോദിച്ചത്. നമ്മൾ ഈ പ്രൊജക്ട് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ എന്തായാലും കഴിയുമെന്നുള്ള ഉറപ്പാ. പിന്നെ എങ്ങനെ ഇത് വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ചു? ചിലപ്പോൾ മാമിന് നമ്മുടെ അടുത്ത് നല്ലൊരു വിശ്വാസം കാണും. അതുകൊണ്ടായിരിക്കും മാം എന്തായാലും ഈ പ്രോജക്റ്റ് നമ്മുടെ കയ്യിൽ തന്നത്. ഒന്നും കാണാതെ മാം എന്തായാലും നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കത്തില്ലല്ലോ. സോ അത് നമ്മൾ എന്തായാലും അടിപൊളിയായിട്ട് ചെയ്യണം. അങ്ങനെയാണ് സെറ്റ് കൊടുക്കുകയും. അല്ലെങ്കിൽ എപ്പോഴും ഈ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ക്യാൻറ്റീനാണ് ബെസ്റ്റ് സ്ഥലം. ഒരു സിപ്പ് കോഫി എടുത്ത് കുടിക്കുന്നു, പ്രൊഡക്റ്റീവായിട്ടുള്ള ഐഡിയാസ് ചർച്ച ചെയ്യുന്നു. എപ്പോഴും ഈ പ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത് അതിനുള്ള ഐഡിയാസ് കൂടെ തന്നാൽ നല്ലതായിരുന്നു. അത് ഞാൻ തരില്ല, അത് നിങ്ങൾ കണ്ടുപിടിക്കണം. വേണ്ടത്ര മോട്ടിവേഷൻ ഇപ്പോഴും എന്റെ ഭാഗത്ത് നിന്നുണ്ടല്ലോ. തേങ്ങ. അതെ, 3 പേരോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് സെറ്റ് ആക്കാനാ മാഡം പറഞ്ഞേക്കുന്ന. തൽക്കാലം ഞാൻ മോട്ടിവേഷൻ മാറ്റി വെച്ചിട്ട് ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള പ്രൊജക്ട് ഏതാ? എങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇംപ്ലാന്റ് ചെയ്യാം എന്നല്ലേ? അതെ. അപ്പൊ പറയൂ ഗൈസ്, എങ്ങനെ ഇംപ്ലാന്റ് ചെയ്യാം? അവിടെ പോപ്പേ കളിക്കുന്നോ?
ഇതെല്ലാം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ എല്ലാവരും കൂടി ഇവിടെ വന്നിരിക്കുന്നേ. എന്നിട്ട് ഇത് ചോദ്യമായിട്ട് ഇങ്ങോട്ട് ചോദിക്കാൻ നിൽക്കുന്നോ? അതെ, നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപയോഗം ഉണ്ടാകാൻ പോകുന്നില്ല. അതറിയാം, നല്ലപോലെ അറിയാം. ഇങ്ങനെ പായ ജന്മമായിട്ടിരിക്കാൻ വേറെ വല്ല പണിക്കും വെക്കൂടെ? അങ്ങനെ തീരെ എന്നെ തരം താഴ്ത്തി ഇതൊരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് തന്നെ നല്ല കാര്യമായിട്ട് തന്നെ ഞാൻ ശ്രമിക്കും. നമ്മുടെ പ്രസന്റേഷൻ കണ്ട് മാഡം ഞെട്ടണം. അതെന്തായാലും നമ്മളെ കൊണ്ട് പറ്റും. എന്നെ നമുക്ക് 3 പേർക്ക് 3 വഴിക്ക് ചിന്തിക്കാം. എന്നിട്ട് എല്ലാവരുടെ ഐഡിയാസ് കമ്പൈൻ ചെയ്ത് നമുക്ക് അടിപൊളി ഒരു പ്രസന്റേഷൻ തയ്യാറാക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. അതെ, എന്തായി? ഐഡിയാസ് ഒക്കെ കിട്ടിയ കേക്കട്ടെ. അതെ, ഈ എ എന്ന് പറയുന്നത് ChatGPT അല്ലേ? അത് നമ്മൾ ഡെയിലി സംശയ നിവാരണത്തിന് ഉപയോഗിക്കുന്നതല്ലേ? ആ ബെസ്റ്റ്. ഇതാണോ നീ ഇത്ര നേരം അങ്ങോട്ട് നിന്ന് കണ്ടുപിടിച്ചത്? അല്ല, അത് പിന്നെ സത്യം പറയടാ, എനിക്കറിയടാ പഠിപ്പുണ്ടെന്ന് പറഞ്ഞ് കളർ സർട്ടിഫിക്കറ്റ് എന്നത് അല്പം പോലും വിദ്യാഭ്യാസമില്ലാത്തൊരു പോങ്ങൻ. എടി മാളു, നീ പറ. അതിപ്പോ ഈ AI എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ ലൈഫിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാര്യമല്ലേ. അപ്പം അതിനെ നമുക്ക് വേറൊരു രീതിയിൽ പിടിച്ച് പ്രസന്റ് ചെയ്താലോ? അതെങ്ങനെ? അതിപ്പോ ChatGPT ഒന്നും നമുക്ക് യൂസ് ചെയ്യണ്ട. അല്ലാതെ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പ്രസന്റേഷൻ തയ്യാറാക്കാം. സംഭവേ നമ്മൾ ഒരുവിധം എല്ലാം സെറ്റ് ചെയ്തതാണ്. പക്ഷെ മാഡത്തിന് മുമ്പിൽ ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്ന ആലോചിക്കുന്നു എനിക്ക് ഉള്ളിൽ നിന്ന് ഭയങ്കര പേടി വരുന്നു. ഞാനിത് നിന്നോട് അങ്ങോട്ട് പറയാനിരുന്നതാ. നീ നിന്നെ വിശ്വസിച്ച് മാത്രം ഞാനിരിക്കുന്നത്. ചതിക്കരുത്. അതെ, നിങ്ങൾ എന്ത് വിശ്വസിച്ച് ഞാനിരിക്കണം. അവിടെ ഒന്നും നശിപ്പിക്കരുത് പ്ലീസ്. എന്നെ മാത്രം വിശ്വസിച്ച് നിങ്ങൾ രണ്ടുപേരും എന്തായാലും ഇരിക്കരുത്. എനിക്കിത് ആലോചിക്കുമ്പോൾ തന്നെ മുട്ട് വരയ്ക്കുന്നു. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യാനുള്ള പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാതിരുന്നു. എന്താണെന്നറിയോ? സബ്മിറ്റ് ചെയ്യുന്നതിന്റെ 2 സെക്കൻഡ് മുമ്പ് ഞാൻ തല ഇറങ്ങി വീണു, BP കൂടിയിട്ട്. എന്തായാലും ടീച്ചർ സബ്മിറ്റ് ചെയ്തിട്ട് എനിക്ക് മാർക്ക് വാങ്ങി തന്നു. ഒന്നും ആളോ ചതിക്കരുത്. നിന്നെ വിശ്വസിച്ച് മാത്രം ഞാനിരിക്കുന്നത്. എന്നെ കൊണ്ടതൊന്നും കൂട്ടിയാ കൂടൂല. ഈ ഇരിക്കുന്നവനെ കൊണ്ടാണെങ്കിൽ ഒരു ഗുണവും ഇല്ല. അതിനിടയ്ക്ക് എന്നെ എന്തിനാണ് അപമാനിക്കണേ? അപമാനിച്ചതല്ല, ഞാനിത് സത്യമല്ലേ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അതെ, നീ നേരത്തെ ക്യാൻറ്റീനിൽ വെച്ച് പറഞ്ഞില്ലായിരുന്നു ഇത് മോട്ടിവേഷൻ ചെയ്യാൻ മിടുക്കനാണെന്ന്. അപ്പൊ പറ്റിയ സമയം. 2 മോട്ടിവേഷൻ കൊടുക്കടാ. മാളു, കമോൺ മോളു, കമോൺ. ഇതൊക്കെ നിനക്ക് ഒരു ജുജുബി മാറ്റം. ഷോണിന് ചെറുക്കം ഇങ്ങനെ ഓരോ പൊട്ടത്തിനെ പറഞ്ഞോണ്ട് എന്റെ അടുത്തല്ലേ. ഒന്നാമത് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുക. നീ എന്നിട്ട് പിടിച്ചോണ്ട് പോയേ. കൂൾ മാളു, കൂൾ. ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നാൽ നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ഒരു ആന കുത്താന്ന് വിചാരിക്കുക, നമ്മൾ നെഞ്ചി പിടിച്ച് നിൽക്കണം. എടാ, ഇവനെ ഒന്ന് വിളിച്ചോണ്ട് പോയേ. ഇല്ലെങ്കിൽ പ്രസന്റേഷൻ ആകുമ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമേ പോകത്തുള്ളൂ. ഇവനെ ഞാൻ കൊല്ലും. സംഭവം അവളിപ്പോ മോട്ടിവേഷൻ കേൾക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല അവളുടെ റെസ്പോൺസ്. അതെ, ഉള്ള കാര്യം പറയാലോ. കാലാകാലങ്ങളായിട്ട് ആൾക്കാർ സ്ഥിരം അടിച്ചുകൊണ്ടിരിക്കുന്ന 2 മോട്ടിവേഷൻ ഡയലോഗ് നീ ഇപ്പൊ പറഞ്ഞത്. അതിന് ഇത്ര തള്ളേണ്ട ആവശ്യമൊന്നുമില്ല. അവളായതുകൊണ്ട് അത്രയും പറഞ്ഞു. വേറെ ആരെങ്കിലും എന്ന് വെച്ചാൽ അടിച്ച് തന്നെ ഭിത്തി കയറ്റാനേ. അതെ, നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? ഈ അപമാനത്തിനുള്ള മറുപടി ഞാൻ ഒരു ദിവസം തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒരു വിലയില്ല. ഞാൻ ചെയ്ത അല്ലെങ്കിൽ എൻ്റെ ഒരു ഐഡിയയിലുള്ള ചില ഐഡിയാസ് പാളിപ്പോയെന്നല്ലാതെ ഇപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. മണി കൂടുതലൊന്നും കേക്കണ്ട. ഞാനെന്തും പറയാനും വേണില്ല. അതെ, എനിക്ക് ടെൻഷൻ കയറാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങാനും പാളിപ്പോയാൽ നമ്മുടെ ജോലി പോകുന്നുള്ള ഒരു കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നു. ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവുക. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ തട്ടി. നിന്നെ കൊണ്ട് പറ്റും. ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ. വയ്യ, നിനക്കൊന്ന് അടങ്ങിയിരിക്കും. എന്തേലും തരണോ? ആഹാ, അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് പറഞ്ഞ ആഹാ, നിങ്ങൾ പറഞ്ഞ ഓഹോ അല്ലേ? പ്രിപ്പറേഷൻ കഴിഞ്ഞു എല്ലാവരുടെയും? കഴിഞ്ഞു. ടൈമായി. അങ്ങനെയാണെങ്കിൽ കോൺഫറൻസ് ഹാളിലേക്ക് പോരെ. ഞാനവിടെ വെയിറ്റ് ചെയ്യാം.